ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 വാർഷിക പരീക്ഷ തജ്വീദുൽ ഖുർആൻ നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ തജ്വീദാണ്, മനസ്സിലാക്കി പഠിക്കുക. ഇതിൽ വന്ന ചോദ്യം ആയിരിക്കും അടുത്ത എക്സാമിന് വരിക. പക്ഷേ ഇവിടെ തരുന്ന ഈ ഉദാഹരണങ്ങളാണ് മാറ്റം ഉണ്ടാവുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം വന്നത് എന്താണ്? സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്ത് ഓതണം. അപ്പോൾ ഇവിടെ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലാണ് ഇഖ്ഫാ ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ മിൻഹും ബത്ഷൻ എന്ന ഇതാണ് മീമിന് ശേഷം ബാ വന്നത്. അപ്പോൾ ഇതുപോലെ സാക്കിനായ മീമിന് ശേഷം ബാ വന്ന മറ്റുദാഹരണങ്ങളായിരിക്കും തരിക. അർജുലുഹും ബിമാ എന്ന് തന്നാൽ നമുക്കിതുപോലെ തന്നെയാണ്. സാക്കിനായ മീമിന് ശേഷം ബാ ആണ് വരുന്നത്. അതുപോലെ അലൈഹിം ബിമുസൈത്തിർ അവിടെയും സാക്കിനായ മീം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ? ഒന്നുമില്ലാത്ത ഹർക്കത്തുകളൊന്നുമില്ലാത്ത മീമാണ് സാക്കിനായ മീം. സുക്കൂന് വന്നാലും അത് സാക്കിനായ മീമാണ്. ഇവിടെ മീമിന് സുക്കൂന് വന്നാലും ഇത് സാക്കിനായ മീമാണ്. സാക്കിനായ മീം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ലെങ്കിലും അവിടെ എന്താണ്? സുക്കൂനുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ സാക്കിനായ മീമിന് ശേഷം ബാ വന്നത് മിൻഹും ബത്ഷൻ എന്നതാണ് നമുക്ക് ഇവിടെ ശരി. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം ഇഖ്ഫാ ചെയ്ത് ഓതേണ്ടത് സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ 7ാമത്തെ പാഠം അഹ്കാമും മീം സാക്കിന എന്നതിൽ കുറേ ഉദാഹരണം വന്നിട്ടുണ്ട് മീമിന് ശേഷം ബാ വന്നത്. അപ്പോൾ അതിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക. അവിടെ വജസാഉഹും ബിമാ അയ്യുഹും ബിദാലിക സാഹിബുക്കും ബിമജ്നൂൻ, അങ്ങനെ മീമിന് ശേഷം ബാ വന്നതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്ത്? മീമിന് ശേഷം സീന്, സാക്കിനായ മീം, സുക്കൂനുള്ള മീം തന്നെയാണ് സാക്കിനായ മീം എന്ന് പറഞ്ഞത്. അപ്പോൾ മീമിന് ശേഷം സീന് വന്നാൽ എന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇത് പറയാം. മീമിന് ശേഷം മീം വന്നാൽ ഇത് ആമാണ്, ഇത് ആം ചെയ്യണം. അപ്പോൾ മീമിന് ശേഷം മീം വന്നപ്പോൾ സാക്കിനായ മീമിനെ ഇത് ആം ചെയ്ത് ഓതണം എന്ന് ചോദ്യം വന്നാൽ മീമിന് ശേഷം മീം വന്ന ഉദാഹരണം അതിലുണ്ടോ നോക്കുക, മനസ്സിലാക്കുക. മീമിന് ശേഷം മീം വന്നത്, അപ്പോൾ അതാണ് സാക്കിനായ മീമിനെ ഇത് ആം ചെയ്തതിന് ഉദാഹരണം. അപ്പോൾ ഇവിടെ വമിൻഹും മിൻ എന്ന് വന്നു. അതുപോലെ മീമിന് ശേഷം മീം വരുന്ന മറ്റുദാഹരണങ്ങൾ ഖബ്ലുഹും മിൻ, അവിടെ മീമിന് ശേഷം മീമാണ്. അതുപോലെ എന്താണ്? ലഹും മിൻ അൻകും മിൻ, അങ്ങനെ മീമിന് ശേഷം മീം വരുന്ന ഉദാഹരണങ്ങൾ. അപ്പോൾ സാക്കിനായ മീമിനെ ഇത് ആം ചെയ്തതാണ്. അപ്പം മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാവും, മീമിന് ശേഷം മീം വന്നാൽ ഇത് ആമുമാണ്. ഈ 2 അക്ഷരങ്ങളല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും അവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. ഏത് അക്ഷരങ്ങൾ വന്നാലും ഇൽഹാർ ചെയ്യണം. അപ്പോൾ ഇവിടെ മീമിന് ശേഷം സീന് വന്ന്, മീമിന് ശേഷം ജീമ് വന്നാലോ അവിടെയും ഇൽഹാറാണ്. അപ്പോൾ ഇവിടെ സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം എന്ന് ചോദ്യം വന്നിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടത്തെ ഉദാഹരണത്തിൽ മീമിന് ശേഷം സീന് വന്നതാണ് ഇവിടെ നമ്മൾ ഇൽഹാറിൻ്റെ ചോദ്യമാണെങ്കിൽ ടിക്ക് ചെയ്യേണ്ടത്. അതുപോലെ മീമിന് ശേഷം മറ്റക്ഷരങ്ങൾ വരുന്നത് നമ്മൾ 8ാമത്തെ പാഠത്തിലാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയും. ഇൽഹാറും മീമി സാക്കിന എന്ന് പറഞ്ഞാൽ 8ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് മീമിന് ശേഷം തോ, മീമിന് ശേഷം ഹ, മീമിന് ശേഷം ഫാ, മീമിന് ശേഷം ലാം, അതൊക്കെ ഇൽഹാറാണ്. ഇൽഹാറിൻ്റെ ഹർഫുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫാവും വാവും വന്ന ഭാഗങ്ങളാണ്. ഫാവും വാവും വരുന്ന ഭാഗങ്ങൾ ഇൽഹാർ, സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ചെയ്യുമ്പോൾ അവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ അത് അതിൻ്റെ കൂടെ മനസ്സിലാക്കാം. ഇൽഹാറിൻ്റെ ഹർഫുകളിൽ സാക്കിനായ മീമിന് ശേഷം ഏതൊക്കെ അക്ഷരങ്ങൾ വന്നാലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദ്യം വന്നാൽ നമുക്ക് ഓപ്ഷൻ തരികയാണ്. ഏതൊക്കെയാണ്? വാവും ലാമും,
ഫാവും വാവും, ഫാവും മീമും അങ്ങനെയൊക്കെ തന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇവിടെ ഫാവും വാവും ആണ് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ്? തൻവീനിനെ ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യേണ്ടത് എന്താണ്? ഇദ്ഗാമും ബിലാവുന്നയാണ്. ഇദ്ഗാമും ബിലാവുന്നക്കാണ് ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യേണ്ടത്. അപ്പോൾ തൻവീനിന് ശേഷം ഇദ്ഗാമും ബിലാവുന്നയുടെ അക്ഷരം വന്നത്, തൻവീനിന് ശേഷം ഇദ്ഗാമും ബിലാവുന്നയുടെ അക്ഷരം വന്നത് ദാ അഫൂറുർ റഹീം. അപ്പോൾ നമുക്കിത് ടിക്ക് ചെയ്യാം. ഇദ്ഗാമും ബിലാവുന്നക്ക് ലാമ് റ എന്നീ 2 അക്ഷരങ്ങളാണുള്ളത് ഇദ്ഗാം ബിയുന്നക്ക്. അപ്പോൾ തൻവീനിൻ്റെ ശേഷം ലാമ് റ എന്നിവ വന്നാൽ ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. അതുപോലെ സാക്കിനായ നൂനിന് ശേഷം ലാമ് റ ഇതിലേതെങ്കിലും അക്ഷരങ്ങൾ വന്നാലും ഉന്നത്ത് കൂടാതെയാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. അപ്പോൾ നൂനിൻ്റെ ശേഷം ഇതിലേതെങ്കിലും അക്ഷരങ്ങൾ വന്നാലും ഉന്നത്ത് കൂടാതെ, ഇവിടെ തൻവീൻ്റെ ശേഷമാണ് റ വന്നത്, അപ്പോൾ അവിടെയും ഉന്നത്ത് കൂടാതെ മനസ്സിലാക്കുക. അടുത്തെന്താണ്? ഹിക്മത്തും ബാലിയ. ഹിക്മത്തും ബാലിയ എന്നതിലെ തൻവീനിൻ്റെ വിധി. തൻവീന് ശേഷം ബ ആണ്. എന്താണ്? നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ബ വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും എന്ത് ചെയ്യണം? മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതണം. ഇക്ലാബ് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നൂനിൻ്റെയോ തൻവീൻ്റെ ശേഷം ബ വന്നാൽ ഇക്ലാബ്, സാക്കിനായ മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ, നേരത്തെ പറഞ്ഞു. അപ്പം മീമിൻ്റെ ശേഷമാണ് മീമിൻ്റെ ശേഷം വന്നാലാണ് ഇഖ്ഫാ, നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം വന്നാൽ ഇക്ലാബാണ് ബ വന്നാൽ, മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധം. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. അപ്പം ഇതിന് ഉദാഹരണം ഏതാണെന്നാണ്? ഇൽഹാർ ചെയ്യൽ നിർബന്ധം ഇവിടെ വന്നത് എന്താണ്? കിൻവാനുൻ എന്നതിൽ ഇൽഹാർ മുത്തലക്കാണ്, അതാണ് നിർബന്ധം. ഇൽഹാർ മുത്തലക്ക് കിൻവാനുൻ നമ്മളെ 1ാമത്തെ ചാപ്റ്ററിൽ കിൻവാനുൻ സിൻവാനുൻ ദുന്യ ബുന്യ. അപ്പോൾ അവിടെ സാക്കിനായ നൂനിൻ്റെ ശേഷം വാവ് വന്നാൽ ഇദ്ഗാമാണ്, എന്നാൽ അത് ഒരേ പദത്തിലാണ് ഇവിടെ വന്നത്. നൂനിന് ശേഷം വാവ് ഒരേ പദത്തിലാണ് വന്നത്, അതുകൊണ്ട് ഇവിടെ ഇൽഹാർ മുത്തലക്കാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇവിടെ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമായത് കിൻവാനുൻ എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇൽഹാർ മുത്തലക്ക് വന്നത്. അപ്പോൾ ആ പദങ്ങളാണ് ആ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. കിൻവാൻ, സിൻവാൻ, ദുന്യ, ബുന്യ എന്നത്. അടുത്തതെന്താണ്? ഇക്ലാബിനെ സൂചിപ്പിക്കാൻ ഖുർആനിൽ കാണുന്ന ചിഹ്നം. ഇക്ലാബിനെ സൂചിപ്പിക്കാൻ ഖുർആനിൽ മുകളിൽ ഒരു മീം ഉണ്ടാവും. ആ ബാഇൻ്റെ അടുത്തായിട്ട് നൂനിൻ്റെയും തൻവീനിൻ്റെയും അടുത്തായിട്ടൊരു മീം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നൂനിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് മിംബാളി എന്നർത്ത്. തൻവീൻ കസറിന് താഴെ കസറിൻ്റെ കൂടെ ഒന്ന് മീമായിട്ട് വരുന്നുണ്ട്. ഇവിടെയും മീമ്. അപ്പോൾ ഖുറാനിൽ ഇക്ലാബിനെ സൂചിപ്പിക്കാൻ ഇവിടെതാ മീമ് എന്താണ് ചോദിച്ചാൽ മീമാണ് വരാന്ന് മനസ്സിലാക്കുക. അടുത്തെന്താണ്? ജന്നാത്തുൻ തജിരി. ജന്നാത്തുൻ തജിരി എന്നതിലെ തൻവീന് തുൻ എന്ന തൻവീന് ശേഷം അടുത്ത അക്ഷരം ത ആണ്. ത എന്താണ്? ത എന്തിൻ്റെ ഹർഫാണ്? ത ഇഖ്ഫായിൻ്റെ അക്ഷരാണ്. അപ്പോൾ അവിടെ മറച്ചു മണിക്കണം എന്നതിലെ തൻവീനിനെ മറച്ചു മണിക്കണം. തൻവീൻ ഇഖ്ഫാ. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഇഖ്ഫായിൻ്റെ 15 ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും മറച്ചു മണിക്കണം. അതാണ് ഇവിടെ വന്നത്. ഇഖ്ഫാ മറച്ചു മണിക്കണം. വെളിവാക്കൽ എന്താണ്? ഇൽഹാറാണ്. വെളിവാക്കൽ ഇൽഹാർ. ഇദ്ഗാം ചെയ്യൽ ഇദ്ഗാം ബിയുന്നയും ഇദ്ഗാം ബിലാ ഉന്നക്കും ഇദ്ഗാം ചെയ്യാന്ന് പറഞ്ഞാൽ ഉന്നത്ത് കൂടാതെയും ഉന്നത്തോടു കൂടെയും. അതാണ് ഇവിടെ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഉന്നത്തോട് കൂടിയിട്ട്. അത് മനസ്സിലാക്കാം. അടുത്ത എന്താണ്? നിർത്തൽ ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ഇത് എന്തായാലും അലാമാത്തുൽ വഖഫ് എന്ന പാഠം നന്നായിട്ട് മനസ്സിലാക്കുക. മാച്ച് ചെയ്യാൻ വരാം, അക്ഷരങ്ങൾ തന്നിട്ട് അതിൻ്റെ തദ്രിബാത്തിൽ വന്നിട്ടുണ്ട് ആ പാഠത്തിൽ, അതുപോലെ വരാം, അല്ലെങ്കിൽ ഇതുപോലെ വരാം. നിർത്തൽ ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കുന്നത് ഏതാണ്? കാഫും ലാമും കില എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് കാഫും ലാമും. പിന്നെ സില എന്താണ്? ചേർത്തി ഓതലാണ് നല്ലത്. ഇത് ഉള്ള സ്ഥലത്ത് ചേർത്തി ഓതലാണ് നല്ലത്. മീമ നിർത്തൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മാറിപ്പോവരുത്, മനസ്സിലാക്കുക. ഇവിടെ നിർത്തൽ ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കുന്നത് കീലും സില ചേർത്തി ഓതലാണ് നല്ലത് എന്നതാണ്, മനസ്സിലാക്കാം. ഇനി എന്താണ്? ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. ഏത് അക്ഷരങ്ങൾക്ക് മുമ്പ് വന്നതിനാണ് ഇഖ്ഫാ ചെയ്യേണ്ടത് എന്നാണ്. ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ ബാ വാവും. ബാ ഇക്ലാബ്, വാവ് ഇദ്ആം, ലാമും റാവും ഇദ്ആം ബിലാവുന്ന, ഷീനും സോദും ഇഖ്ഫാ. അപ്പം ഇതിൻ്റെ മുമ്പ് തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം എന്നാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇഖ്ഫായിൻ്റെ അക്ഷരമാണിത്. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് ചോദ്യം വന്നത്, ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. ഇനി ഇതുപോലെ ചോദിക്കാം, എന്തേ? ഈ അക്ഷരങ്ങൾക്ക് മുൻപ് വന്ന നൂനിനെ, സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. അത് ഇഖ്ഫായിൻ്റെ 15 ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഇതുപോലെ ഓപ്ഷനായിട്ട് തരാം, മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ടിക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിട്ട് വരാം, എന്ത്? ഈ അക്ഷരങ്ങൾക്ക് മുമ്പുള്ള തൻവീനിനെ വെളിവാക്കണം. അപ്പം നമ്മളെ ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായ അംസ, ഹ, ഐന്, ഒയ്ന്, ഹ, ഹ, ഈ 6 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഓപ്ഷനിൽ വരണം. അപ്പോഴാണ് തൻവീനാണെങ്കിലും നൂനാണെങ്കിലും വെളിവാക്കേണ്ടത്, മനസ്സിലാക്കുക. ഇൽഹാർ ചെയ്യണം എന്നൊക്കെ വരാം. തൻവീന് ഇൽഹാർ ചെയ്യണം ഏതിനെന്നാണ് ചോദ്യം. അപ്പോൾ ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായിരിക്കണം. പിന്നെ ഉന്നത്തോടു കൂടി ഇദ്ആം ചെയ്യണം. അപ്പോൾ അവിടെ ഇദ്ആം ബിഉന്നയുടെ അക്ഷരങ്ങളായിരിക്കണം ഓപ്ഷൻ. നൂന്, വാവ്, മീമ്, യാ. ഇതിൽ ഏതെങ്കിലും അക്ഷരങ്ങൾ ഓപ്ഷൻ തരണം. അപ്പോൾ മനസ്സിലാക്കുക. പിന്നെ ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം. ഏതക്ഷരത്തിന് മുമ്പ് വന്ന നൂനിനെയാണ് ഉന്നത്ത് ചെയ്യേണ്ടത്? മീമാക്കി. ബാ, ഇക്ലാബിൻ്റെ അക്ഷരമായ ബാ. അതുപോലെ തൻവീനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം. ഏത് അക്ഷരത്തിന് മുമ്പ് വന്ന തൻവീനിനെയാണ്? ബാ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചോദ്യം മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം ഒരുപാട് വലിയ വീഡിയോ ആയിപ്പോവും. കാരണം എന്താണ്? നമ്മൾ ഒരു ചോദ്യത്തെ തന്നെ അതിന് മറ്റു രീതിയിൽ വരുന്നത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചോദ്യപേപ്പർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തജ്വീദ് മുഴുവനായിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്താണ്? സാക്കിനായ മീമിനെ വെളിവാക്കി ഓതണം. സാക്കിനായ മീം നേരത്തെ പറഞ്ഞിരുന്നു. മീമിനോട് ചേർന്ന് മീം വന്നാൽ ഇത് ആമ്, മീമിനോട് ചേർന്ന് ഫ വന്നാൽ ഇൽഹാർ, മീമിനോട് ചേർന്ന് ബാ വന്നാൽ ഇഖ്ഫാ. അപ്പോൾ ഇവിടെ ഫ വെളിവാക്കി ഇൽഹാറാണ്. ബാ മീമും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇൽഹാറാണ്. അപ്പോൾ ഇവിടെ ഇതാണ് ടിക്ക് ചെയ്യേണ്ടത്, മനസ്സിലാക്കുക. അടുത്ത എന്താണ്? തൻവീനിന് ശേഷം ലാമ് വന്നാലുള്ള നിയമം. തൻവീനിന് ശേഷം ലാമ് വന്നാൽ ഇദ്ആമും ബിലാവുന്ന, ലാമ് റാ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇദ്ആമും ബിലാവുന്ന. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്കിനി ചേരുംപടി ചേർക്കാനാണ്. തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ തൻവീനെ ഇഖ്ഫാ ചെയ്തതിന് ഉദാഹരണം, തൻവീനിന് ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും വന്നതാണ് നമുക്കിവിടെ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ തൻവീനിന് ശേഷം ബാ വന്നാൽ ഇക്ലാബ്, തൻവീനിന് ശേഷം ലാമ് വന്നാൽ ഇദ്ആമും ബിലാ ഉന്ന, തൻവീനിന് ശേഷം ഹ വന്നാൽ ഇൽഹാർ, തൻവീനിന് ശേഷം ഫ
സാ സാ വന്നാൽ ഇഖ്ഫാ. അപ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ തൻവീനിന് ശേഷം സാ വന്നത് ഇഖ്ഫാ. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. അപ്പോൾ ഇവിടെ ഇതുപോലെ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ ഇവിടെ നൂനിൻ്റെ ഉദാഹരണങ്ങളാണ് ഉണ്ടാവുക. ഇവിടെ തൻവീനിന് ശേഷം ഇതിൻ്റെ അക്ഷരങ്ങൾ വന്നതുപോലെ നൂനിൻ്റെ ശേഷമായിരിക്കും അതിൻ്റെ അക്ഷരങ്ങൾ വരിക. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ അടുത്തത് എന്താണ്? തൻവീനിനെ ഇദാമും ബിലാവുന്ന ചെയ്യണം. തൻവീനിന് ശേഷം ഇദാമും ബിലാവുന്നയുടെ അക്ഷരം അതിന് നേരെ തന്നെയാണ് വന്നത്. തൻവീനിന് ശേഷം ലാമ് വന്നു മാ അല്ലക്കും എന്ന്. അപ്പോൾ അതിൻ്റെ ബി തന്നെ നമുക്ക് അവിടെ എഴുതാം. അടുത്തത് തൻവീനിനെ ഇക്ലാബ് ചെയ്താൽ ബാ ആണ്. തൻവീനിന് ശേഷം ബാ. അപ്പോൾ അതിൻ്റെ എഴുതാം. തൻവീനിനെ ഇൽഹാർ ചെയ്യണം. ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്നു. അപ്പോൾ അതിൻ്റെ സി എഴുതാം. അപ്പോൾ അത് ഇതുപോലെ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. സാക്കിനായ നൂനിൻ്റെ ശേഷം ഇദാമിൻ്റെയും ഇൽഹാറിൻ്റെയും ഇഖ്ഫായിൻ്റെയും അക്ഷരം വരുന്നത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? സുക്കൂനുള്ള നൂനിന് ശേഷം ഡാഷ് വന്നാൽ നൂനിനെ ഇക്ലാബ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നൂന് സുക്കൂനുള്ള നൂന് എന്ന് പറയുന്നത് സാക്കിനായ നൂനിനെ തന്നെയാണ്. ഓക്കെ, സാക്കിനായ നൂന്, അതായത് ഒന്നുമില്ലാത്ത ഈ നൂന് അത് സുക്കൂനുള്ള നൂന് തന്നെയാണ്. മനസ്സിലായ? അപ്പോൾ ഇൽഹാറിൻ്റെ ഉദാഹരണങ്ങൾ വരുന്നിടത്താണ് നമ്മൾ എപ്പോഴും സുക്കൂന് കാണുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ എന്താണ്? സാക്കിനായ ഇങ്ങനെയുള്ള നൂന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇത് വരുമ്പം തജ്വീദ് നിയമം വരുമ്പം അപ്പോൾ അതെന്താണ് അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഡാഷ് വന്നാൽ നൂനിനെ ഇക്ലാബ് ചെയ്യണം. അപ്പോൾ നൂനിൻ്റെ ശേഷം എന്ത് വന്നാലാണ് ഇക്ലാബ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ബാ എന്ന് ഇങ്ങനെ എഴുതാം. ബാ എന്ന് നമുക്ക് അറബി മലയാളത്തിലാക്കിയിട്ട് ബാ ഇങ്ങനെ ബാ ഇങ്ങനെ എഴുതി കൊടുക്കാം. ബാ എന്ന് എഴുതാം, മനസ്സിലാക്കാം. അടുത്ത എന്താണ്? തൻവീനിന് ശേഷം റാ വന്നാൽ തൻവീനിനെ ഡാഷ് ചെയ്യണം. തൻവീനിൻ്റെ ശേഷം റാ ആണ്. റാ എന്തിൻ്റെ ഹർഫാണ്? ഇദാമും ബിലാവുന്ന. അപ്പോൾ ഇവിടെ ഇദാമും ബിലാവുന്ന ചെയ്യണം എന്ന് എഴുതാം. അടുത്ത സുക്കൂനുള്ള നൂനിന് ശേഷം ജീമ് വന്ന. ജീം എന്തിൻ്റെ അക്ഷരമാണ്? ഇഖ്ഫാ ആണ്. അപ്പോൾ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. അടുത്ത് തൻവീനിന് ശേഷം സീൻ എന്തിൻ്റെ അക്ഷരമാണ്? ഇഖ്ഫായിൻ്റെ അക്ഷരം തന്നെയാണ്. തൻവീനിൻ്റെ ശേഷം സീന് വന്നാൽ ഇഖ്ഫാ ചെയ്യണം. എന്തിനെയാണ് ഇഖ്ഫാ ചെയ്യേണ്ടത്? തൻവീനിനെ. അപ്പോൾ ആ തൻവീൻ ഇങ്ങോട്ട് തന്നെ എടുത്ത് എഴുതുക. തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ നൂനിന് ശേഷം സാക്കിനായ നൂനിന് ശേഷം മീന് വന്നാൽ ഡാഷിനെ ഇഖ്ഫാ ചെയ്യണം എന്ന് വന്നാൽ മീനിന് എന്നുള്ളതിന് പകരം നമുക്കിവിടെ നൂനിനെ ഇഖ്ഫാ ചെയ്യണം എന്ന് എഴുതാം. നൂനിൻ്റെ ശേഷം സീനാണ് വന്നത്. അപ്പോൾ ആ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. അപ്പം അങ്ങനെ ആ രീതിയിൽ ഏതക്ഷരമാണോ? തൻവീനാണെങ്കിൽ തൻവീനെ, നൂനാണെങ്കിൽ നൂനിനെ ഇഖ്ഫായിൻ്റെ അക്ഷരത്തിൽ മുമ്പ് അവിടെ ഇഖ്ഫാ ചെയ്യണം. അടുത്തതാ സാക്കിനായ മീമിനു ശേഷം ബാ വന്ന. സാക്കിനായ മീമിനു ശേഷം ബാ. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ ഉദാഹരണം. അപ്പം എന്താണ്? മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ആമ്. മീമിന് ശേഷം ബാക്കി അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? മാലല്ലുബദ എന്നതിലെ തൻവീനിൻ്റെ വിധി എന്ത്? മാലല്ലുബദ തൻവീനിന് ശേഷം ലാമ്. തൻവീനിന് ശേഷം ലാമ് ഇദ്ആമും ബിലാവുന്ന ഇതാ. അടുത്ത മിംബാളി നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു. ബാ ശേഷം വന്നു എന്നതിൽ നൂനിൻ്റെ വിധി ഇക്ലാബ്. ദുന്യ നൂനും യാവും ഒരേ പദത്തിൽ വന്നു. നൂനും യാവും. ദുന്യ ബുന്യ സിൻവാനുൻ കിൻവാനുൻ. ഇതൊക്കെ എന്താണ്? എന്നതിലെ നൂനിനെ ഇൽഹാർ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? നിർബന്ധമാണ്. ഇൽഹാർ മുത്തലക്ക് ഒരേ പദം. ഇവിടെ ഒരേ പദത്തിലാണ് യാ വന്നത്. യാ വാവ് എന്താണ്?
ഇദാം ബിലാഉന്നയുടെ അക്ഷരമാണ്. അപ്പോൾ അത് ഒരേ പദത്തിൽ വന്നാൽ അവിടെ ഇൽഹാറാണ്, ഇൽഹാർ മുത്ലക്ക്. അപ്പോൾ അവിടെ നിർബന്ധം എന്ന് ചെയ്യുന്നതിൻ്റെ വിധിയാണ് ചോദിക്കുന്നത്. ഇൽഹാർ ചെയ്യുന്നതിൻ്റെ നിർബന്ധമാണ്. മിൻ കഅസിൻ, മിൻ കഅസിൻ എന്നതിലെ നൂനിൻ്റെ വിധി. നൂനിൻ്റെ ശേഷം കാഫ്. അപ്പോൾ കാഫ് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇവിടെ ഇഖ്ഫാ എന്ന് എഴുതാം. അടുത്ത ഹും ഹൈർ, സാക്കിനായ മീമ്, അതിന് ശേഷം ഹ ഹ. അപ്പം ബാവും മീമും അല്ലാത്ത ഏത് അക്ഷരവും മീമിന് ശേഷം വന്നാൽ ഇൽഹാറാണ്. അപ്പം നമുക്കിവിടെ ഇൽഹാർ എന്ന് എഴുതാം. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാം. എന്താണ് സഖത്ത് എന്നാൽ എന്ത്? സഖത്ത്, സഖത്തെ കുറിച്ചിട്ട് എന്താ നമ്മൾ പഠിച്ചത്? നമുക്ക് അലാമാത്തുൽ വഖഫിൽ ഒരു സീന് തന്നിട്ട് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതി സഖത്ത് ശ്വാസം വിടാതെ അല്പം മടങ്ങലാണ്. സഖത്ത് എന്നാൽ എന്തെന്ന് വെച്ചാൽ ശ്വാസം വിടാതെ അല്പം മടങ്ങലാണ്. സഖത്തയെ സൂചിപ്പിക്കുന്ന അക്ഷരാണ് സീന്, മനസ്സിലാക്കുക. അടുത്തതാ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ് എപ്പോൾ? സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ് എപ്പോഴാണ്? കിൻവാനും ദാനിയ എന്ന പാഠത്തിലാണ് പറയുന്നത്. എന്താണ് സാക്കിനായ നൂന്? ഇവിടെ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാം സാക്കിനായ നൂനിന് ശേഷം അതേ പദത്തിൽ അല്ലെങ്കിൽ അതേ കലിമത്തിൽ ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരം ചേർന്ന് വന്നാൽ, അതേ കലിമത്തിൽ ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരം ചേർന്ന് വന്നാൽ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിയിട്ട് എല്ലാവരും പഠിക്കാം. സാക്കിനായ നൂനിന് ശേഷം അതേ പദത്തിൽ ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരം ചേർന്ന് വന്നാൽ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. അടുത്ത എന്താ? സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്യണം എപ്പോൾ? സാക്കിനായ നൂനിനെ ഇക്ലാബ് എന്താണ്? സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ, നൂനിന് ശേഷം ബാ വന്നാൽ ഇക്ലാബ് ചെയ്യണം. സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാലാണ്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാം? മറ്റൊരു ചോദ്യം വരാം. എന്ത്? സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോൾ എന്ന ചോദ്യം വന്നാലാ? സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ അത് ഇക്ലാബും ഇഖ്ഫാവും മനസ്സിലാക്കണം. രണ്ട് സ്ഥലത്തും ബാ ആണ് വരുന്നത്. ഒന്ന് മീമിന് ശേഷം ബാ ആണ്, അവിടെ ഇഖ്ഫാ. ഒന്ന് നൂനിന് ശേഷം ബാ ആണ്, അവിടെ ഇക്ലാബ്. തൻവീനിന് ശേഷം ബാ വന്നാലും ഇക്ലാബ്. അടുത്ത എന്താണ്? തൻവീനിനെ ഇദ്ഗാമും ബിലാഉന്ന ചെയ്യണം എപ്പോൾ? തൻവീനിനെ ഇദ്ഗാമും ബിലാഉന്ന എന്താണ്? തൻവീന് ശേഷം ഇദ്ഗാമും ബിലാഉന്നയുടെ അക്ഷരമായ ലാമ് റാ, ലാമ് റായി എന്നീ അക്ഷരങ്ങൾ, എന്നീ ഹർഫുകൾ, അക്ഷരം എന്ന് പറഞ്ഞാലും ഹർഫ് എന്ന് പറഞ്ഞാലും ഒന്നാണ്. അപ്പോൾ എന്നീ ഹർഫുകൾ വന്നാൽ ഇദ്ഗാമും ബിലാഉന്ന ചെയ്യണം. തൻവീനിനെ ഇദ്ഗാമും ബിലാഉന്ന ചെയ്യണം. അപ്പോൾ അതുപോലെ ഇദ്ഗാം ബിഉന്ന ചെയ്യണമെന്ന് വന്നാൽ ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായ നൂന് വാവ് മീമ് യാ, അത് തൻവീനിന് ശേഷം വന്നാൽ അവിടെ ഇദ്ഗാം ബിഉന്ന ചെയ്യണം. അതുപോലെ നൂനിന് ശേഷമാണ് വന്നതെങ്കിൽ നൂനിന് ശേഷം ഇദ്ഗാമും ബിഉന്നയുടെ അക്ഷരമായ നൂന് വാവ് യാ എന്നീ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഇദ്ഗാം ബിഉന്ന ചെയ്യണം. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ തന്നെയാണ്. അക്ഷരങ്ങളും പേരുകളും ഏതാണോ ചോദ്യം വന്നത് അതും പേര് മാറ്റുക, അത്രേ ഉള്ളൂ. നൂനാണെങ്കിൽ നൂന് എന്ന് എഴുതാം, ഇദ്ഗാം ബിഉന്നയാണെങ്കിൽ ഇദ്ഗാം ബിഉന്ന എന്ന് എഴുതാം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ്. ഖുർആനിലെ വഖഫ് ചെയ്യലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ചാപ്റ്ററിൽ തന്നെയാണ് എഴുതേണ്ടത്. ഖുർആനിലെ വഖഫ് എന്താണ്? വഖഫിനെ കുറിച്ച് വന്നത് ഖുർആൻ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഓത്തു തുടങ്ങുന്നതിനും നിർത്തുന്നതിനും പ്രത്യേക നിയമങ്ങളുണ്ട്. എല്ലാ ആയത്തിൻ്റെയും അവസാനം വഖഫ് ചെയ്യാവുന്നതാണ്. എന്നാൽ ആയത്തുകൾക്കിടയിൽ നിർത്തുന്നത് വഖഫിൻ്റെ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം. മുസ്ഹഫുകളിൽ കണ്ടുവരുന്ന വഖഫിൻ്റെ ചിഹ്നങ്ങൾ ഉണ്ട്. അവ മീമ്, കീല്, ജീമ്, സീല്, ലാമ്, സീന്, അതൊക്കെ നമുക്ക് ആ ചിഹ്നങ്ങളൊക്കെ
വഖഫിൻ്റെ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് ഖുർആനിൽ വഖഫ് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് 5 വരി കുറയാതെ എഴുതാം. അപ്പോൾ ഫസ്റ്റ് വന്ന പാരഗ്രാഫ് പാഠം തുടങ്ങുന്നത് വന്ന് തന്നെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ഓരോ പാഠത്തുനിന്നും ഇതുപോലെ 5 വരി കുറയാതെ എഴുതുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. ഹംസത്തുൽ ബഅദ സുക്കൂന്, ഹംസത്തു ബഅദ സുക്കൂനെ കുറിച്ചിട്ട് ഇതേപോലെ എഴുതാമെന്ന അത് ആ പാഠത്തിൻ്റെ ഫസ്റ്റ് വരുന്നുണ്ട്. സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസകളെ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ്, ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ശ്രദ്ധ വരികയും ചെയ്യും. ഇത് വലിയ തെറ്റാണ്. അതിനാൽ സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന എല്ലാ ഹംസകളെയും ശ്രദ്ധിച്ച് ഓതണം. അത്ര എഴുതിയാൽ മതി. അപ്പോൾ അത് ചോദ്യമായിട്ട് വരാം. സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസകളെ ശ്രദ്ധിച്ച് ഓതണം. കാരണം എന്താണ്, അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ശ്രദ്ധ വരികയും ചെയ്യും. സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഡാഷ് ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. എന്താണ്, ഹംസകളെ. അങ്ങനെയൊക്കെ അവിടെ മനസ്സിലാക്കി പഠിക്കാം. പിന്നെ സാക്കിനായ മീമിൻ്റെ വിധികൾ, സാക്കിനായ മീമിൻ്റെ വിധികൾ ഇതുപോലെ എഴുതാൻ വന്നാലോ, സാക്കിനായ മീമിന് വിധികൾ 3 ഇൽഹാർ, ഇദ്ആം, ഇഖ്ഫാ എന്നിങ്ങനെ 3 വിധികളാണ്. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ആമോ, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാവും, ബാക്കി അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാറുമാണ്. എന്നാൽ ഇൽഹാറിൻ്റെ അക്ഷരമായ ഫാ വാവ്, എന്നാൽ സാക്കിനായ മീമിന് ശേഷം ഫാ വാവ് ഇവയിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ശ്രദ്ധയോടെ. എന്നാൽ ഇൽഹാറിൻ്റെ ഹർഫുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഫാവും വാവും ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അത്രയും ഇൽഹാറും മീമി സാക്കിനായ മീമിൻ്റെ വിധികളെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ എഴുതാം. ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് കിൻവാനും ദാനി എന്നതിനെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ അതിനെക്കുറിച്ചിട്ട് എഴുതാം. ഫസ്റ്റത്തെ പാഠത്തിലെ ഫസ്റ്റത്തെ പാരഗ്രാഫ് നന്നായിട്ട് പഠിക്കുക, എന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ എത്രയാണ് ഈ തജ്വീദ് ഖുർആൻ ഈ ചോദ്യപേപ്പറിൻ്റെ കൂടെ നമ്മൾ റിവിഷൻ പറയുന്നത്. എല്ലാവരും ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ എന്തെങ്കിലും പറയുന്നത് സാക്കിനായ നൂന് തൻവീൻ എന്നൊക്കെ പറയുമ്പം അങ്ങനെ കുറേ നേരമായി ഞാൻ അതന്നെ പറയുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവേ, ഇനിയിപ്പോൾ അത് ഞാൻ വോയിസ് എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാനൊക്കെ വിട്ടുപോയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.